അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദുൽ ചർപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികൾ, ഇന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് അടിച്ചാപ്പൊളി വീട്, നാലുപുറം കോമ്പൗണ്ട് തിരിച്ചുള്ള വീട് കേട്ടോ. എറണാകുളം ജില്ലയിൽ ഇതിൽ ബാക്കി ഡീറ്റെയിലൊക്കെ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. നമ്മുടെ കളമശ്ശേരി ടൗണിൻ്റെയൊക്കെ അവർക്ക് അടുത്താണ്. സ്കൂൾ, പള്ളി, മദ്രസ ഒക്കെ ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്. വെറും 33 ലക്ഷം റുപ്യയാണ് എറണാകുളം ടൗണിൽ ഈ വീട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ടൗണിലല്ല, ടൗൺ വിട്ടിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം. നാലുപുറം പുതിയ പുതിയ വീടുകളാണ്. അപ്പോൾ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചാൽ ഏലൂർ മുനിസിപ്പാലിറ്റിയാണ്. ഏലൂർ മുനിസിപ്പാലിറ്റി കേട്ടോ. ഏലൂർ മുനിസിപ്പാലിറ്റിയാണ്. കളമശ്ശേരി ടൗണിലേക്ക് 12 കിലോമീറ്ററാണ് ഇവിടുന്ന് ദൂരം. അതുപോലെ തന്നെ നമുക്ക് ഈ വീടിൻ്റെ പരിസരത്ത് 1/2 കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി, മദ്രസ, കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സൗകര്യത്തോടു കൂടിയ പുതിയ പുതിയ വീടാണ്. ഫ്രഷ് വീടാണ് കേട്ടോ. ഹബീബികൾ കാണണം. നമുക്ക് അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. കാണണം ഹബീബിങ്ങളെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മതിൽ കെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പുതിയ പുതിയ വില്ലകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഹബീബിൻ്റെയാണിത്, പ്രവാസിയുടെയാണ്. ബാങ്ക് ലോൺ ഉള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ബാങ്ക് നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്ത് തരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാഷ് കൊടുത്ത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ക്യാഷ് കൊടുത്ത് എടുക്കുക. ഇനി അതല്ലെങ്കിലോ നിങ്ങൾക്ക് ലീസിന് വേണമെങ്കിൽ ലീസിനും എടുക്കാം. 2-3 ഓപ്ഷൻ ഉണ്ട്. കാരണം ബാങ്കിൽ അർജൻറ്റായിട്ട് കുറച്ച് പൈസ കിട്ടണം. അപ്പോൾ ആവുന്നതും വിൽക്കലാണ് ഇതിൻ്റെ ബുദ്ധി. ഈ മുരിങ്ങത്തൈ ഉണ്ട്, ഇവിടെ നല്ല സ്ഥലമുണ്ട് കേട്ടോ. കോമ്പൗണ്ട് ഇവിടെ മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതിൻ്റെ പരിസരത്ത് എല്ലാ സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കാണണങ്ങൾ കേട്ടോ. ബാക്കിലേക്ക് നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്. നല്ല അടിപൊളി മതിലാണ് കെട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ? ബാക്കിൽ അടിപൊളി മതിൽ പറഞ്ഞാൽ അടിപൊളി മതിൽ ഇതാണോ ഹബീബിങ്ങൾ കാണണ്ട. ചുറ്റും മതിൽ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. ആ വീടിൻ്റെ ബാക്കൊക്കെ കാണിച്ചു കൊടുത്താൽ നല്ല വർക്കാണ് കേട്ടോ. ഇവിടെ തറക്കന്നെ നല്ല പൈസ വന്നിട്ടുണ്ട്. കാരണം അമ്മാരി തറയാണ്. ഫുള്ള് നല്ല VIP ഏരിയകൾ, പുതിയ പുതിയ വില്ല പ്രൊജക്റ്റുകൾ, വീടുകൾ ഹബീബിങ്ങൾ കാണണം. കണ്ടോ? കാണാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കണം. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ബെഡ്റൂമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ 2 ബെഡ്റൂം ഉണ്ട്. അതുപോലെ തന്നെ 900 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഇതിൻ്റെ ഇത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ 100 മീറ്റർ 200 മീറ്റർ ചുറ്റളവിൽ 100 മീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂള് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 200 മീറ്റർ ചുറ്റളവിൽ അമ്പലമുണ്ട്. 600 മീറ്റർ ചുറ്റളവിൽ നമുക്ക് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ 500 മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റ് എല്ലാ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചായത്ത്, വില്ലേജ് ഒക്കെ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കേട്ടോ. നല്ല അടിപൊളി ഡോറ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഹബീബികൾ കാണണം കേട്ടോ. എറണാകുളം ജില്ലയിലാണ്. ഇവിടുന്ന് കളമശ്ശേരിക്ക് 12 കിലോമീറ്ററാണ്. പ്രത്യേകിച്ച് നമുക്ക് എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ പോകാനും വരാനൊക്കെ സൗകര്യമുള്ള ഇതാണ്. കാരണം എറണാകുളം ഡിസ്ട്രിക്റ്റിലാണല്ലോ. അപ്പോൾ ചെറുകിട വീടുകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട് ഇവിടെ. നല്ല മോഡലാണ് കേട്ടോ. വീട് മോഡൽ വീടൊക്കെ കയറ്റിന് ഈ ഹബീബ്. നമ്മുടെ പ്രവാസിയാണ്. പക്ഷേ ഇത് വിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഒന്ന് ആലോചിക്കണം നിങ്ങൾ അല്ലേ. കാരണം നമുക്ക് പല സാഹചര്യങ്ങളും ചിലപ്പോൾ പലരും വീട് വിൽക്കാൻ പല കാരണങ്ങളാണ്. ഉദ്ദേശിച്ച സാലറി ചിലപ്പോൾ നഷ്ടമാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ കൂടെ പൈസ ചിലവഴിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വീട് വിൽക്കുന്നത്. അപ്പോൾ പ്രിയ ഹബീബിങ്ങൾ, അത് നിലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, പക്ഷെ നല്ല മോഡൽ വീടാണ്. ആ വലിയ ഹാള് കണ്ടില്ലേ, സിറ്റിംഗ് ഹാള്, അത് കഴിഞ്ഞാൽ നല്ല ഡൈനിങ് ഹാള് കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പേസുള്ള അടിച്ചാപ്പൊളി ഡൈനിങ് ഹാൾ. കാണുന്ന ഹബീബിങ്ങൾ ഡൈനിങ് ഹാള്. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബെഡ്റൂം, അടിച്ചാപ്പൊളി ബെഡ്റൂം കണ്ടില്ലേ. ഇവിടെ നമുക്ക് കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ഒരു ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമും ഉണ്ട്. ഇവിടെ കോമനാണ് കൊടുക്കുന്നത് ഈ റൂമിന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. ഒരു പ്രവാസിയുടെയാണ്. എത്രയും പെട്ടെന്ന് നമുക്കിത് വിൽക്കാൻ കഴിയണം. അതിന് നിങ്ങളുടെ സഹായം വേണം, സഹകരണം വേണം, സപ്പോർട്ട് വേണം, നിങ്ങളുടെ ഷെയർ വേണം കേട്ടോ. അത്യാവശ്യം നല്ല അടിച്ചാപ്പൊളി ബെഡ്റൂമാണ്. തൽക്കാലം ഏത് പാർട്ടിക്കും താമസിക്കാൻ നിലംപണി മാത്രമേ ഇനി കഴിയാൻ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ചെർപ്പളശ്ശേരിയിൽ നിന്ന് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വന്നിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ അത്രയും അർജൻറ്റ് കൊണ്ടാണ് കേട്ടോ. അത്രയും അർജൻറ്റ് ഉണ്ടായത് കൊണ്ടാണ്. അത് കാണിച്ചു കൊടുത്തോ, ബാത്റൂം കാണിച്ചു കൊടുത്തോ. ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2ാമത്തെ ഒരു ബെഡ്റൂം ഉണ്ട്, അതൊന്ന് കാണാം കേട്ടോ. ഹബീബിങ്ങൾ കാണണം. ഇത് 2ാമത്തെ ബെഡ്റൂമിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള, നല്ല സൗകര്യമുള്ള വലിയൊരു ബെഡ്റൂം. നല്ല സൗകര്യത്തോട് കൂടിയിട്ട്
ഇതോ നമുക്ക് ബാത്റൂം ഇവിടെ ഉണ്ട്, അതൊക്കെ പിന്നെ ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയാണ് കേട്ടോ, യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ച്. അപ്പോൾ നല്ല ഇതിലാണ്. അപ്പോൾ ഹബീബികൾ കാണണം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു, അങ്ങനെ കാണൽ കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് കിച്ചനാണ്. ഇതാ കിച്ചൺ കാണണം പ്രിയ ഹബീബികളെ. കിച്ചൻ്റെ പുറമെ ഇവിടെ നമുക്ക് ഇതുണ്ടോ അത്യാവശ്യം സ്പേസ് ഉണ്ട്, ടി വി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് വെച്ചിട്ടുണ്ട്. കാണുന്ന ഹബീബികൾ. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ടി വി വെച്ച് കഴിഞ്ഞാൽ അവിടെ സിറ്റിംഗ് ഹാളിലേക്ക് ഭയങ്കരമായിട്ടുള്ള നോട്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചനാണെങ്കിലോ ഇവിടെ ആണെങ്കിൽ അടിപൊളി. ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ടോ നിലം മാത്രമാണ് ബാക്കിയുള്ള പണി. ഇതോ ഉണ്ടോ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലുമുള്ളതാണ്. സൂപ്പർ വീടാണ്. ഇവിടെ നല്ല ഡോറ് തന്നെ വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ഹബീബികൾ കാണണം. ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം കണ്ടോ. ഇതാണ് നമ്മുടെ ബാക്കിലോട്ടുള്ള വഴി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ എല്ലാ ഭാഗവും കാണേണ്ടി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചാണ് പറഞ്ഞുതരാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, നിങ്ങളോട് ഞാൻ ഈ സ്ഥലം പറഞ്ഞു അല്ലേ. മുനിസിപ്പാലിറ്റി ഏത് മുനിസിപ്പാലിറ്റിയാണ്? എലൂർ മുനിസിപ്പാലിറ്റി കേട്ടോ. എലൂർ മുനിസിപ്പാലിറ്റി. ഇവിടുന്ന് നമുക്ക് കളമശ്ശേരി 12 കിലോമീറ്ററാണ്. കളമശ്ശേരിക്കാണ് ഏറ്റവും 12 കിലോമീറ്റർ പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ 100-200 മീറ്റർ ചുറ്റളവിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് സ്കൂളുണ്ട്. അതുപോലെ തന്നെ അമ്പലമുണ്ട്. 500 മീറ്റർ ചുറ്റളവിലാണ് പള്ളിക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. 500 മീറ്റർ. അതുപോലെ തന്നെ ചർച്ചുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വില്ലേജ് ഓഫീസുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. 7 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആസ്റ്റർ ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. ആസ്റ്റർ ഹോസ്പിറ്റൽ 7 കിലോമീറ്ററാണ്. പിന്നെ ESI ഹോസ്പിറ്റൽ 5 കിലോമീറ്റർ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, അതുപോലെ തന്നെ നമുക്ക് 7 കിലോമീറ്ററിൽ കളമശ്ശേരി ടൗണ് 12 കിലോമീറ്റർ കേട്ടോ. ഇതിൽ 7 കിലോമീറ്റർ ഒന്നും കൊടുത്തിട്ടുണ്ട്, 12 കിലോമീറ്റർ ഒന്നും കൊടുത്തിട്ടുണ്ട്. ലുലു മാളാണ് 12 കേട്ടോ. ലുലു മാളിലേക്കാണ് 12. കളമശ്ശേരിക്ക് ഇതിൽ 7 കിലോമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. 7 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ കൊച്ചി എയർപോർട്ട് നമുക്ക് 17 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ചെർപ്പളശ്ശേരിയുള്ള ആളായതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് ഏതൊക്കെയുള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തമാക്കി എഴുതി മേടിച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ കൊടുക്കുന്ന ഓണറുടെ നമ്പറാണ്. ഈ ഓണറുടെ നമ്പർ ചോദിക്കുമ്പോൾ, അതിൽ വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തോട് അവരോട് ചോദിക്കാം. കാരണം അവരതിന് കറക്റ്റ് റിപ്ലൈ തരും. ഞാൻ ചെർപ്പളശ്ശേരിയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഇവിടുത്തെ സൗകര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഇതിൻ്റെ ഓണർ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹബീബിങ്ങളോട് പറയാനുള്ളത്, ഇതിപ്പോൾ 5 സെൻറ്റ് സ്ഥലം, 900 സ്ക്വയർ ഫീറ്റ്. അതിൻ്റെ പുറമെ നമുക്ക് നല്ല അടിച്ചാപ്പൊളി ബെഡ്റൂം, 2 ബെഡ്റൂം. അതേപോലെ തന്നെ നല്ല മോഡൽ വീടും നല്ല ഡോറൊക്കെ തന്നെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഹബീബിങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, നിങ്ങളോട് ഞാൻ ഈ സ്ഥലം പറഞ്ഞു അല്ലേ. മുനിസിപ്പാലിറ്റി ഏത് മുനിസിപ്പാലിറ്റിയാണ്? എലൂർ മുനിസിപ്പാലിറ്റി കേട്ടോ. എലൂർ മുനിസിപ്പാലിറ്റി. ഇവിടുന്ന് നമുക്ക് കളമശ്ശേരി 12 കിലോമീറ്ററാണ്. കളമശ്ശേരിക്കാണ് ഏറ്റവും 12 കിലോമീറ്റർ പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ 100-200 മീറ്റർ ചുറ്റളവിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് സ്കൂളുണ്ട്. അതുപോലെ തന്നെ അമ്പലമുണ്ട്. 500 മീറ്റർ ചുറ്റളവിലാണ് പള്ളിക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. 500 മീറ്റർ. അതുപോലെ തന്നെ ചർച്ചുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വില്ലേജ് ഓഫീസുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. 7 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആസ്റ്റർ ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. ആസ്റ്റർ ഹോസ്പിറ്റൽ 7 കിലോമീറ്ററാണ്. പിന്നെ ESI ഹോസ്പിറ്റൽ 5 കിലോമീറ്റർ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, അതുപോലെ തന്നെ നമുക്ക് 7 കിലോമീറ്ററിൽ കളമശ്ശേരി ടൗണ് 12 കിലോമീറ്റർ കേട്ടോ. ഇതിൽ 7 കിലോമീറ്റർ ഒന്നും കൊടുത്തിട്ടുണ്ട്, 12 കിലോമീറ്റർ ഒന്നും കൊടുത്തിട്ടുണ്ട്. ലുലു മാളാണ് 12 കേട്ടോ. ലുലു മാളിലേക്കാണ് 12. കളമശ്ശേരിക്ക് ഇതിൽ 7 കിലോമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. 7 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ കൊച്ചി എയർപോർട്ട് നമുക്ക് 17 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ചെർപ്പളശ്ശേരിയുള്ള ആളായതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് ഏതൊക്കെയുള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തമാക്കി എഴുതി മേടിച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ കൊടുക്കുന്ന ഓണറുടെ നമ്പറാണ്. ഈ ഓണറുടെ നമ്പർ ചോദിക്കുമ്പോൾ, അതിൽ വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തോട് അവരോട് ചോദിക്കാം. കാരണം അവരതിന് കറക്റ്റ് റിപ്ലൈ തരും. ഞാൻ ചെർപ്പളശ്ശേരിയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഇവിടുത്തെ സൗകര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഇതിൻ്റെ ഓണർ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹബീബിങ്ങളോട് പറയാനുള്ളത്, ഇതിപ്പോൾ 5 സെൻറ്റ് സ്ഥലം, 900 സ്ക്വയർ ഫീറ്റ്. അതിൻ്റെ പുറമെ നമുക്ക് നല്ല അടിച്ചാപ്പൊളി ബെഡ്റൂം, 2 ബെഡ്റൂം. അതേപോലെ തന്നെ നല്ല മോഡൽ വീടും നല്ല ഡോറൊക്കെ തന്നെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്
കണ്ടില്ലേ? അപ്പോൾ ഹബീബിങ്ങൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് അറിയോ? അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നിങ്ങളോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിനെപ്പറ്റി വിശദീകരിച്ചു പറഞ്ഞു തന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അറിയാം, നമ്മൾ ഇത്രയും ദൂരം വന്ന് ഈ എറണാകുളം ജില്ലയിൽ ഇന്ന ഭാഗത്തൊക്കെ വന്ന് വീടെടുക്കുക പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടും അത്രയും വിൽക്കേണ്ട കാര്യം അർജൻറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം ഈ നോമ്പിന് ഞാൻ ഓടി വന്നത്. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് എൻ്റെ എറണാകുളം പ്രവാസികൾ, എറണാകുളം ജില്ലയിലുള്ളവർ നമ്മൾ കാണുന്നവർ ഷെയർ ചെയ്യണം. വിൽക്കൽ അർജൻറ്റാണ്. ഇത് പ്രവാസിയുടെ മുതലാണ്. വെറും 33 ലക്ഷം രൂപയ്ക്ക്, വെറും 33 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ മുതൽ കിട്ടാൻ പോകുന്നത്. ഇവിടെ ഇത്രയും വില കമ്മിയായിട്ട് മുതൽ കിട്ടില്ല. ഫ്രഷ് വീടും കൂടിയാണ്. കാരണം ഇവിടെ സ്ഥലത്തിന് തന്നെ 4-4.5 വില ഉണ്ട്. അപ്പോൾ എൻ്റെ ഹബീബിങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലും ഈ പ്രവാസി സുഹൃത്തിനെ ആലോചിച്ച് ഒന്ന് ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമുക്ക് വരാനുണ്ട്. ഇനി നമുക്ക് വരാനുള്ളത് അടുത്ത എയർപോർട്ടിൻ്റെ തൊട്ടടുത്തൊരു വീട് വരാനുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ അടുത്ത് പറഞ്ഞാൽ അടുത്ത് തന്നെ നമുക്കൊരു വീട്, നല്ല വീട് വരാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇവിടെ 1 സെൻറ്റ് സ്ഥലത്തിന് 4-4.5 വില. നമ്മളിവിടെ അന്വേഷിച്ചതാണ് വെറുതെ കേട്ടോ. അപ്പോൾ 4-4.5 ഉറുപ്പിക സ്ഥലത്തിന് വില ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. അതിന് തന്നെ 20 ഉറുപ്പിക മുകളിലായി. പിന്നെ ഈ വീട് നല്ല മോഡൽ വീട്, നല്ല വർക്ക്. ഈ തറക്ക് ഇവിടെ കണ്ട നല്ല ചിലവ് വന്നിട്ടുണ്ട്. തറപ്പണി എടുക്കാൻ തന്നെ ഇവിടെ 4 ലക്ഷത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് ബാങ്ക് ലോണാണ്. ഈ ബാങ്ക് ലോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്യാം. ഒരു 10-15 ഉറുപ്പികയുടെ മുകളിൽ എന്തോ ബാങ്ക് ലോണും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ഹബീബിങ്ങൾ ചാനൽ കാണുമ്പോൾ ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് അറിയും, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മാഅസ്സലാമ.